നമസ്കാരം. ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയില്ല എന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത്. ഇപ്പം SDPIയുടെ വോട്ടാണെങ്കിലും വേണ്ട എന്ന് പറയില്ല. വേണ്ട എന്ന് പറയാനുള്ള തൻ്റെ ഇടമില്ല, ചങ്കൂറ്റമില്ല. SDPI ആരാണ്? SDPIയെ സൃഷ്ടിച്ചത് RSS ആണ് എന്നുള്ള ചില വാർത്തകൾ കണ്ടു. SDPIയെ സൃഷ്ടിച്ചത് CPM ആണ്. CPMനെ ഒതുക്കാനായി കോഴിക്കോട് വടക്കേ മലബാറിൽ NDFI രൂപീകൃതമായി, പിന്നീട് PFI ആയി, പിന്നീട് SDPI ആയി. PFIയുടെ ഇതാണ് രാഷ്ട്രീയ ഗ്രൂപ്പാണ് SDPI. CPM ആണ് തലശ്ശേരി കലാപം മുതലാണ് ഈ ഒരു സംഭവവികാസം സത്യം പറഞ്ഞാൽ പൊട്ടിമുളച്ചത്. ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ പൊട്ടിമുളച്ചത് CPMനെ ഒതുക്കാനാണ്. CPMൻ്റെ ഗുണ്ടായുസത്തെ ഒതുക്കാനാണ് ആയുധധാരികളായ NDFകാരും അതുപോലെ PFIക്കാരും ഒക്കെ പലപ്പോഴും രംഗത്തിറങ്ങിയത്. പിന്നെ ഇന്ത്യ ഭരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കാൻ RSS എന്ന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടി വന്നതോടെ അവർക്ക് നിക്കക്കള്ളിയില്ലാതായി എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പലപ്പോഴും RSS പ്രവർത്തകർക്കെതിരെ ഈ SDPIയും PFIയും ഒക്കെ തിരിഞ്ഞത്, അവരെ വകവരുത്താനും അവരെ ആക്രമിക്കാനും ഒക്കെ ശ്രമിച്ചത്. ശരിക്കും ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, SDPIയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് RSSനേക്കാൾ അപ്പുറം CPM ആണ്, DYFI ആണ്, അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. അത് മനസ്സിലാക്കാൻ ശിവൻകുട്ടിക്ക് പാടൂർ പടിപ്പുരയിൽ പോയി പ്രശ്നം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ 10 വോട്ടെങ്കിൽ വോട്ട് കിട്ടുകയാണെങ്കിൽ ഇങ്ങ് പോരട്ടെ, തീവ്രവാദികളുടെ ആയാലും മത ക്ഷുദ്ര ശക്തികളുടെ ആയാലും വോട്ടിങ് പോരട്ടെ എന്നുള്ളതാണ് CPMൻ്റെ നയം. CPM എന്നും ഇങ്ങനെയാണ്. ഇത്തരം പ്രീണന നയങ്ങൾ, ഇത്തരം മത തീവ്രവാദ ബന്ധങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരുടെ വോട്ട് വാങ്ങിക്കൊണ്ട് അബ്ദുൽ നാസർ മദനിയെ ഒപ്പം വേദിയിൽ ഇരുത്തിക്കൊണ്ട് പ്രസംഗിച്ച പഴയൊരു പാർട്ടി സെക്രട്ടറി ഉണ്ട്. അന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. ഇന്ന് മുഖ്യമന്ത്രിയാണ്. അറിയാം. ഇവിടെ രാജ്യദ്രോഹ നടപടികളിൽ ശിക്ഷ അനുഭവിച്ച് ഇന്നും ജയിലിൽ കഴിയുന്ന അബ്ദുൽ നാസർ മദനിയുടെ PDP, പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്നാണ് പേരെങ്കിലും അവരുടെ ഉദ്ദേശം വേറെയായിരുന്നു. അവരൊക്കെ നല്ല മനുഷ്യരാണ്, അവരിൽ വർഗീയതയില്ല, അവർ മതനിരപേക്ഷരാണ് എന്നൊക്കെ പിണറായി വിജയൻ പ്രസംഗിച്ചതൊക്കെ ഒരുവേള എൻ്റെ പ്രായമുള്ള ആളുകളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. എന്തായാലും മതവർഗീയവാദികളുടെയൊക്കെ വോട്ട് ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങൾക്ക് ഭരണത്തിൽ വരണം, അതിനുശേഷം അവരെ സഹായിക്കണം. ഇവിടെ മതവർഗീയത വളർത്തണം, ഇവിടെ മതസാഹോദര്യം ഇല്ലാതെയാക്കണം. കാരണം ഇവിടെ മതസാഹോദര്യം വന്നു കഴിഞ്ഞാൽ CPMന് ഇടതുപക്ഷത്തിന് രക്ഷയില്ല. ഇവിടെ മതങ്ങളും അതുപോലെ തന്നെ സമുദായങ്ങളും തമ്മിലടിച്ച് ഭിന്നിച്ച് നിന്നെങ്കിൽ മാത്രമേ CPMൻ്റെ രക്ഷയുള്ളൂ. ഇവിടെ ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടവരൊക്കെ BJPക്ക് വോട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ CPMൻ്റെ അവസ്ഥ എന്താകും? CPMന് വട്ടപൂജ്യം പോലും കിട്ടില്ല. ഇവിടുത്തെ ഈഴവ സമുദായാംഗങ്ങൾ ഒന്നടങ്കം BJPക്ക് വോട്ട് ചെയ്താൽ CPMൻ്റെ സ്ഥിതി എന്താകും? ശരിക്കും CPMൻ്റെ ശക്തി എന്ന് പറയുന്നത് ഇവിടുത്തെ ഈഴവ സമുദായങ്ങളാണ്, അവരുടെ വിവിധ മേഖലകളിലെ ശക്തി എന്ന് പറയുന്നത്. ഇവിടെ ജാതിയും മതവും നോക്കി തന്നെയാണ് CPM സ്ഥാനാർത്ഥികളെ നിർത്തുന്നതും വോട്ട് നേടുന്നതും. അതുപോലെ തന്നെ മതവർഗീയവാദികളുമായി കൂട്ടുചേർന്ന് ഇത്തരം സാമൂഹ്യ ദ്രോഹ നടപടികൾക്ക് കൂട്ടുനിൽക്കുന്നതും പ്രീണനം നടത്തുന്നതും മറ്റുള്ളവരെ പരിഹസിക്കുന്നതും ഹൈന്ദവ ബിംബങ്ങളെ, ആരാധനാക്രമങ്ങളെ ഒക്കെ തന്നെ ചവിട്ടിമെതിക്കുന്നതും ഇവരീ ചെയ്യുന്നത് ഈ മതവർഗീയവാദികളെ പ്രീണിപ്പിക്കാനും അവരുടെ വോട്ട് കിട്ടാനുമാണ്. ഒരു 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരം മതവർഗീയതയും മറ്റു കാര്യങ്ങളുമൊക്കെ ഒന്ന് കുറഞ്ഞതാണ്. അതിനുശേഷം വീണ്ടും അത് പൊങ്ങി വരികയും ഇവിടെ മതവാദികളെ അല്ലെങ്കിൽ തീവ്രവാദികളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സമീപനം CPM കാണിക്കുകയും ചെയ്തു. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇപ്പോൾ ശിവൻകുട്ടി നിവൃത്തിയില്ലാതെ പറയുന്നത് SDPIയുടെ അല്ല, ഏത് ഇനിയിപ്പം IS കാരൻ്റെ വോട്ട് വന്നാലും വോട്ട് തന്നാലും ഞങ്ങൾ സ്വീകരിക്കും, ഞങ്ങൾക്ക് വോട്ടാണ് വലുത്. വേണ്ട എന്ന് പറയാൻ, അല്ലെങ്കിൽ മതവർഗീയവാദികളുടെ, മതനിരപേക്ഷതയില്ലാത്തവരുടെ, രാജ്യദ്രോഹികളുടെ വോട്ട് വേണ്ട എന്ന് പറയാൻ വി ശിവൻകുട്ടിക്ക് ഇന്നും ഭയമാണ്, അന്നും ഭയമാണ്. ഒരിക്കലും ആ ഭയം മാറുകയില്ല. അങ്ങനെയാണ് CPM തകർന്ന് ഈ പരുവത്തിലെത്തിയത്. ഇനി അങ്ങോട്ടും ഈ തകർച്ച തുടരുക തന്നെ ചെയ്യും.